നമസ്കാരം. എല്ലാവർക്കും മലയാളദീപം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് UGC നെറ്റ് 2014 ഡിസംബർ മാസം നടത്തിയ മലയാളം പേപ്പർ 3യിലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭാഷോൽപത്തിയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ചേരുംപടി ചേർക്കുക. പട്ടിക 1 AR രാജരാജവർമ്മ, ഹെർമൻ ഗുണ്ടർട്ട്, LB രാമസ്വാമി അയ്യർ, ഇളംകുളം കുഞ്ഞൻപിള്ള. പട്ടിക 2 സംസ്കൃതത്തിൽ നിന്ന്, കൊടുന്തമിഴിൽ നിന്ന്, മിശ്രഭാഷാവാദം, മധ്യകാല തമിഴിൽ നിന്ന്, ദ്രാവിഡത്തിന്റെ സ്വതന്ത്ര ശാഖ, തമിഴ് മലയാളങ്ങളുടെ സമാന പൂർവ്വദശയിൽ നിന്ന്. ശരിയായ ഉത്തരം A2, B6, C4, D3. AR രാജരാജവർമ്മ കൊടുന്തമിഴിൽ നിന്ന്, ഹെർമൻ ഗുണ്ടർട്ട് തമിഴ് മലയാളങ്ങളുടെ സമാന പൂർവ്വദശയിൽ നിന്ന്, LB രാമസ്വാമി അയ്യർ മധ്യകാല തമിഴിൽ നിന്ന്, ഇളംകുളം കുഞ്ഞൻപിള്ള മിശ്രഭാഷാവാദം. ശരിയായ ക്രമം: എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, എ ദ്രവീഡിയൻ എറ്റിമോളജിക്കൽ ഡിക്ഷണറി, ദ എവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി, ദ ദ്രവീഡിയൻ ലാംഗ്വേജസ്. എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, എ ദ്രവീഡിയൻ എറ്റിമോളജിക്കൽ ഡിക്ഷണറി, ദ എവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി, ദ ദ്രവീഡിയൻ ലാംഗ്വേജസ്. ചോദ്യം നമ്പർ 3. കാര്യം: കാൽഡ്വലാണ് ദ്രാവിഡ ഭാഷാഗോത്രം എന്ന സങ്കല്പനം അവതരിപ്പിച്ചത് എന്ന ധാരണ ശരിയല്ല. കാരണം ദ്രാവിഡ ഭാഷകളുടെ ഗോത്രബന്ധത്തെക്കുറിച്ച് FW എല്ലിസ് നേരത്തെ തന്നെ എഴുതിയിരുന്നു. കാര്യവും കാരണവും ശരി. കാര്യം: കാൽഡ്വലാണ് ദ്രാവിഡ ഭാഷാഗോത്രം എന്ന സങ്കല്പനം അവതരിപ്പിച്ചത് എന്ന ധാരണ ശരിയല്ല. കാരണം ദ്രാവിഡ ഭാഷകളുടെ ഗോത്രബന്ധത്തെക്കുറിച്ച് FW എല്ലിസ് നേരത്തെ തന്നെ എഴുതിയിരുന്നു. ചോദ്യം നമ്പർ 4. കണ്ണശന്റെ പഴന്തുണി പശയിട്ട് തേച്ചെടുത്തതാണ് എഴുത്തച്ഛന്റെ കോടിപ്പുടവ എന്ന് തീർത്തും പറയാം എന്ന നിരീക്ഷണം നടത്തിയത് പുതുശ്ശേരി രാമചന്ദ്രൻ. കണ്ണശന്റെ പഴന്തുണി പശയിട്ട് തേച്ചെടുത്തതാണ് എഴുത്തച്ഛന്റെ കോടിപ്പുടവ എന്ന് തീർത്തും പറയാം എന്ന നിരീക്ഷണം നടത്തിയത് പുതുശ്ശേരി രാമചന്ദ്രനാണ്. ചോദ്യം നമ്പർ 5. ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഏത് കൃതിയിൽ നിന്ന്? ഉത്തരം ദൈവദശകം. ചോദ്യം നമ്പർ 6. മഞ്ചരി വൃത്തത്തിലുണ്ടായ ഏറ്റവും ബൃഹത്തായ കൃതി? കൃഷ്ണഗാഥ. മഞ്ചരിയിലുണ്ടായ ഏറ്റവും ബൃഹത്തായ കൃതി കൃഷ്ണഗാഥ. ചോദ്യം നമ്പർ 7. മണിപ്രവാള വിഭജനത്തിന് അടിസ്ഥാനം? ഭാഷയും രസവും. മണിപ്രവാള വിഭജനത്തിന് അടിസ്ഥാനം ഭാഷയും രസവും. ചോദ്യം നമ്പർ 8. ശരിയായ കാലക്രമത്തിൽ എഴുതിയത്? ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, കൃഷ്ണഗാഥ, നളചരിതം. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, കൃഷ്ണഗാഥ, നളചരിതം. ക്രിയയാം കാലത്രയെ പ്രയോഗദിതം എന്ന് ലീലാതിലകം പറയുന്നത് പുരുഷപ്രത്യയങ്ങൾ ചേരുന്നതിനെ പറ്റി. ക്രിയയാം കാലത്രയെ പ്രയോഗദിതം എന്ന് ലീലാതിലകം പറയുന്നത് പുരുഷപ്രത്യയങ്ങൾ ചേരുന്നതിനെ പറ്റി. ചോദ്യം നമ്പർ 10. കുട്ടനാട്ടിലെ വീരകഥാഗാനങ്ങൾ: 1. ഇടനാടൻ പാട്ട്, 2. കന്നഡിയാൻ പോര്, 3. ചെങ്ങന്നൂരാദി, 4. മലനാട്ടിലാദി. ശരിയായ ഉത്തരം 1, 3, 4 ശരി. കുട്ടനാട്ടിലെ വീരകഥാഗാനങ്ങളാണ് ഇടനാടൻ പാട്ട്, ചെങ്ങന്നൂരാദി, മലനാട്ടിലാദി. കുട്ടനാട്ടിലെ വീരകഥാഗാനങ്ങൾ ഇടനാടൻ പാട്ട്, ചെങ്ങന്നൂരാദി, മലനാട്ടിലാദി. ചോദ്യം നമ്പർ 11. ചേരുംപടി ചേർക്കുക. പട്ടിക 1. വാഴപ്പള്ളി ചെപ്പേട്, തരിസാപ്പള്ളി ശാസനം, തൃക്കാക്കര ശാസനം, മാമ്പിള്ളി ശാസനം. പട്ടിക 2. ഹീബ്രു കൂപ്പിക് ലിപികൾ, മൂഴിക്കളം കച്ചം, കൊല്ലവർഷം, വൃശ്ചിക വിളക്ക്, മുട്ടാബലി. ശരിയായ ഉത്തരം A5, B1, C2, D3. വാഴപ്പള്ളി ചെപ്പേട്, മുട്ടാബലി, തരിസാപ്പള്ളി ശാസനം, ഹീബ്രു കൂപ്പിക് ലിപികൾ, തൃക്കാക്കര ശാസനം, മൂഴിക്കളം കച്ചം, മാമ്പിള്ളി ശാസനം, കൊല്ലവർഷം. വാഴപ്പള്ളി ചെപ്പേട്, മുട്ടാബലി,
തരിസാപ്പള്ളി ശാസനം, ഹീബ്രു കൂപ്പിക് ലിപികൾ, തൃക്കാക്കര ശാസനം, മൂഴിക്കളം കച്ചം, മാമ്പള്ളി ശാസനം, കൊല്ലവർഷം.